തദ്ദേശ സഞ്ചാരത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തദ്ദേശ സഞ്ചാരത്തിന്റെ ഈ അധ്യായത്തിൽ മാങ്ങാട്ടുപറമ്പ് പഞ്ചായത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ആരായുകയാണ് ഞങ്ങൾ. വികസനം റോഡെല്ലാം കാണേണ്ട കാഴ്ച വളരെ ഡേഞ്ചർ. ഒരു ഓട്ടോറിക്ഷയുടെ വിളിച്ചാൽ വരില്ല റോഡ് മരുട്ടെ. പിന്നെ എന്ത് ഇതിലേക്ക് ആർക്ക് വോട്ട് ചെയ്തിട്ടൊന്നും ഒരു കാര്യമൊന്നും ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ. ആരും ഇനിയൊരു പുതിയ പാർട്ടി ഏതെങ്കിലും പറ്റാം, എന്നാലും ഒരു ഇതുണ്ടാവും നോക്കുക. ഇതേപോലെ എവിടെയോ കണ്ടിട്ടില്ല. ഞാൻ താമസം ഇവിടെയല്ല, കാലോടിൻ്റെ അപ്പുറമാണ്, പറമ്പായി എന്ന് പറഞ്ഞ സ്ഥലത്ത്. പക്ഷെ ഇവിടുത്തെ പ്രവർത്തനം ഒരു വല്ലാത്ത പ്രവർത്തനം. എടുത്തു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എവിടെയും കാണുന്നില്ല ഇത്രയും പ്രവർത്തനങ്ങൾ. ഇവിടെ SDPI ഉണ്ട്, ലീഗ് ഉണ്ട്, പാർട്ടി ഉണ്ട്, BJP. അതെ, വികസനത്തിനെ പറ്റി ഇപ്പം BJPന്റെ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നത് ചെയ്തു തരുന്നേ പറ്റും. പഞ്ചായത്തിലെ വികസനം കുഴപ്പമൊന്നുമില്ല, നല്ല വികസനം. ഇപ്പോൾ നമ്മളെ പ്രസിഡന്റ് എല്ലാം നല്ല ഉഷാറിൻ്റെ പ്രസിഡന്റായി. ഏത് കാര്യത്തിന് വിളിച്ചാലും എന്തൊരു നല്ല ഉഷാറിൻ്റെ പ്രസിഡന്റ്. ഇവിടുത്തെ വികസനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കാലത്ത് കുറച്ച് മെച്ചപ്പെട്ടൊരു വികസനം തന്നെ ഉണ്ടായിട്ടുണ്ട്. പുതിയ ആള് വരണോ എന്നാലും നാട് വികസിക്കും. അവർക്കും നമ്മളെ നാടിന്റെ എല്ലാം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക, അത്ര തന്നെ. ഇവിടുത്തെ മെയിനായിട്ട് റോഡ് വികസനമില്ല. റോഡാണ് മെയിൻ പ്രശ്നം. പൊട്ടിപ്പൊളിഞ്ഞ റോഡ്, നമ്മൾ സാധനം ഡെലിവറി ചെയ്യുമ്പോഴെല്ലാം വളരെ അലമ്പാണ്. വണ്ടി ഓട്ടാൻ പറ്റാത്ത അവസ്ഥയല്ല ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ. പോക്കറ്റ് റോഡുകളൊക്കെ താറിട്ടിട്ട് വർഷങ്ങളായും തോന്നുന്നുണ്ട്. നടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള റോഡുകളാണ് മെയിനായിട്ട്. അവിടെ മെയിനായിട്ട് തന്നെ റോഡ് വികസനം തന്നെ മെയിനായിട്ട് വേണ്ടിയില്ല. പോക്കറ്റ് റോഡുകൾ ഉള്ളോട്ടുള്ള ഇവിടുത്തെ വികസനം എന്ന് പറഞ്ഞാൽ ഇനിയൊരു പുതിയൊരു പാർട്ടി വന്നിട്ട് വേണം വികസിപ്പിക്കാൻ. നല്ലതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നേർവയിൽ ഒരു കുടിവെള്ളം, ഒരു ദാഹിക്കുന്ന വെള്ളം, ഒരു ഹോട്ടലോ ഒരു ചായപ്പൊടി ഇല്ലാതെ നാടില്ല. അതുവരെ ഇല്ലാതെ ഒരു പ്രദേശമായി മാറിയത്. ഇതിനു മുമ്പെല്ലാം നല്ലൊരു ഇതല്ലേ, ഇപ്പം അന്നന്ന് അതപ്പം തന്നെ രീതിയിലേക്ക് മാറി. അപ്പം നമുക്കിവിടെ ഒരു പുതിയ രാഷ്ട്രീയ കക്ഷികൾ വന്ന് നമുക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങളെല്ലാം ചെയ്തു തരിക, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതാക്കുക. അതാണ് ഇവിടെ വേണ്ടത്. ഏറ്റവും പുതിയ അതാ പറയാനുള്ളത്. പിന്നെ നമുക്ക് വേണ്ടുന്ന സഹായം, ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയാണ് ഇപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു സഹായത്തിന് അഭ്യർത്ഥിച്ചാൽ അതുവരെ കുറച്ച് കാലം കൊണ്ടെല്ലാം ചെയ്തു തരും. അങ്ങനത്തെ ഒരു കക്ഷിയായിരിക്കണം നമുക്ക് ഇവിടെ വരേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതായിരിക്കട്ടെ വരുന്നത്. സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാം കൊണ്ട് കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. കണ്ട പോലെ നല്ല ഫുള്ള് ക്ലീനുമാണ്, എല്ലാം ഓക്കെയാണ്. എയർപോർട്ട് റോഡുമാണ്. വികസനം എല്ലാം കുഴപ്പമൊന്നുമില്ല, നല്ല വികസനം തന്നെയാണ്. എല്ലാം കൊണ്ടും ഓക്കെയാ. വ്യാപാരി എന്ന നിലയിൽ നമുക്ക് ഇവിടെ കാര്യം ഈ ഹോട്ടൽ ഓപ്പൺ ആകുന്ന ടൈമിൽ തന്നെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിക്കില്ല. ലൈസൻസ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ പോയിരുന്നു. ഒരു കുഴപ്പമില്ല, ഒരു ഇടങ്ങാറും കാര്യങ്ങളൊന്നും ഉണ്ടായിക്കില്ല. എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടിയിരുന്നു. എല്ലാം ഇവിടുത്തെ പഞ്ചായത്തായാലും ഇവിടുത്തെ മെമ്പറായാലും എല്ലാം ഓക്കെയാണ്. ആരും കുഴപ്പമൊന്നുമില്ല. വരുന്നവർ ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ ഒന്നും രാഷ്ട്രീയപരമായിട്ട് ഇറങ്ങാൻ മുൻകൈ എടുക്കുന്നില്ല. പിന്നെ എല്ലാവരും ഔട്ട്സൈഡാണ് ജോലി, ബാംഗ്ലൂർ അവിടെയൊക്കെ പോകും. നാട്ടിലുള്ള ചെറുപ്പക്കാരെല്ലാം സ്പോർട്സ് പരമായിട്ട് വരെ ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ ഉള്ളതിൽ സീനിയറായിട്ടുള്ള ആൾക്കാർ മാത്രം കുറച്ച് പേരുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം വളരെ കുറവാണ് ഇപ്പോൾ. സ്പോർട്സ് പരമായിട്ട് വളരെ ബാക്കൗട്ടാണ്. ഒരു മുൻകൈ എടുക്കാനായിട്ട് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലും ഇടുന്നില്ല. ഇട്ടാൽ തന്നെ സംഘടനകളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറി മാറി കളിയിൽ വരെ സ്പോർട്സ് വരെ രാഷ്ട്രീയം കലർന്ന ലെവലിലേക്ക് എത്തിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ ഒരു 1 year ആയിട്ട് കുറച്ച് ബാക്കൗട്ടാണ്. ഇവിടെ മെരുവമ്പായും നീറുവലിയിലും ഭയങ്കരമായിട്ട് ടൂർണമെന്റ് നടത്തുന്നുണ്ട്. ഈ NSL ആയിട്ട് നീറുവലിയിലും മെരുവമ്പായും ആയിത്തര ആയിക്കോട്ടെ. മാങ്ങാട്ടുപറമ്പ് പഞ്ചായത്തിലെ പല ഭാഗങ്ങളിൽ കളി സ്പോർട്സ്, ഫുട്ബോളും കൂടുതൽ ക്രിക്കറ്റും ഉണ്ടായിരുന്നു. രണ്ടും ഇപ്പം വളരെ റയറായിട്ടുണ്ട്. കളി ഡെഫിനറ്റായിട്ട് കളി സ്പോർട്സ് വരണം. വെറും മൊബൈല് വീട്ടിനുള്ളിൽ ഇരുന്ന് കുട്ടികൾ മൊബൈലിൽ കുത്തിയിരിക്കുക, ടൂർ പോവുക, അതല്ലാതെ ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്പോർട്സ് തന്നെ മെയിൻ. ഇപ്പോഴത്തെ തലമുറകളും കളി പോയി, പഴയതുപോലെ ഒന്നും ഇപ്പോൾ ആരും ഇല്ല കളിക്കാൻ. ചെറിയ കുട്ടികൾ വരെ വീട്ടിൽ തന്നെ ഒതുങ്ങി ആ ലെവലിലായി. ഒരു മൊബൈൽ കിട്ടി ലെവലായി. സ്പോർട്സ് കൊണ്ടുവരണം മസ്റ്റായിട്ട്. മാങ്ങാട്ടുപറമ്പ് പഞ്ചായത്തിലുള്ള എല്ലാ കുട്ടികളും കായികപരമായിട്ട് വളരെ വളരെ മുന്നിലായിരുന്നു. ഇപ്പോൾ താണ് പോയി. ഇപ്പോൾ അഡ്രസ് ഇല്ല. ഇലക്ഷൻ നല്ലത് നമുക്ക് വന്നാൽ നല്ല ഒരു കാര്യം എല്ലാം ചെയ്യണം.
പിന്നെ നമുക്ക് വലിയ കാര്യം ചെയ്യാൻ നല്ല നമുക്ക് റോഡിൽ മോശമാണ് നമ്മളെ കണ്ടിരുന്നത് നമ്മൾ റോഡിൽ മോശമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞ് നല്ലൊരു രാഷ്ട്രത്തിന് നിന്നാൽ ഇല്ല റോഡിൽ നന്നാക്കി തരണം. നമ്മൾ അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. പരിചയക്കുറിച്ച് വോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പരിചയക്കുറിച്ച് നമ്മൾ വോട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒന്നും ആവശ്യമില്ലാതെ നമുക്കൊന്ന് നമ്മളെ റോഡേ പോക്കാം, കണ്ടി റോഡ് എല്ലാം പോക്കാം. ഒന്ന് പറയാനുള്ളത് വെച്ചാൽ നമുക്ക് നാടിന് വികസനത്തിനുള്ള ആൾ വരണം. ഇനി വരാൻ പോകുന്ന ആളുകളുടെ ഇപ്പോൾ വികസനം എങ്ങനെയുണ്ട്? ഒന്നും വികസനം പോരാ. ഇനി വരാൻ പോകുന്ന ആളുകളുടെ എന്താ പറയാ? നമുക്കെല്ലാം റോഡിലൊന്നും പോകാൻ കഴിയുന്നില്ല, എല്ലാ റോഡിലും പോക്കാം. വരുന്നത് മുൻപതിൽ നിന്നിട്ട് റോഡിന് നമുക്ക് റോഡും നാട്ടിൽ വികസനം ചെയ്യുന്നവർ വരിക. ആരായാലും പ്രശ്നമില്ല. റോഡിനും നാട്ടുകാർക്കും സൗകര്യമുള്ള വികസനം ഉണ്ടപ്പോൾ മോശമില്ല. ഇതുപോലെ ഉണ്ടായാൽ മതി. വരാൻ പോകുന്നവരും നല്ല വികസനത്തിന് ആവശ്യപ്പെടുന്നത്, നല്ല റോഡും കാര്യങ്ങളും മറ്റുള്ള ആവശ്യപ്പെടുന്നത്. ഇതുവരെ ഒന്നും മോശമില്ലേലും ഇനിയും അങ്ങനെ വേണമെന്നാണ്. പുതിയ ആൾ വന്നാൽ ഇതിലും കൂടുതൽ പിന്നെ വികസനം കൊണ്ടുവരണമെന്നാണ്. വികസനം തരക്കേടില്ലാതെ പോകുന്നുണ്ട്. നാട്ടിന് വേണ്ടി ചെയ്യണല്ലോ, ചെയ്യാനാണല്ലോ പിന്നെ നമ്മൾ ആളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ സർക്കാർ ഇപ്പം കൊണ്ടു നടക്കുന്ന ആ വികസനം തുടർന്ന് പോകണല്ലോ. പദ്ധതി നടപ്പാത വേണം, റോഡുകൾ വേണം, നാടിന്റെ പുരോഗതിക്ക് വേണ്ടുന്ന എല്ലാ വികസനവും വേണം. നല്ല അഭിപ്രായ പഞ്ചായത്ത് ഇലക്ഷന് എല്ലാം നല്ല ഇതുണ്ട്. അതെ, ഈ റോഡ് ശരിയില്ല, റോഡ് ശരിയാക്കുക. ലൈറ്റില്ല, റോഡുമ്പോൾ ലൈറ്റില്ലാന്ന് ഇരട്ടിനാണ് പോണ്ടി വരുന്നത്. ഇപ്പം സ്വർണം പിടിച്ചു പറയും മറ്റേതെല്ലാം ആയതുകൊണ്ട് വലിയ വിഷമങ്ങളാണുള്ളത്. ഒരു ലൈറ്റിലും വന്നാൽ പോകുന്നവർക്കും വരുന്നവർക്കൊക്കെ സുഖമായിരുന്നു. പിന്നെ വെള്ളത്തിൻ്റെ ഒരു വിഷമം ഇതെല്ലാം തന്നെ. മാർക്സിസ്റ്റ് പാർട്ടി നല്ല വികസനമാണ്. പക്ഷെ പണ്ടെന്ന് പോലെ അങ്ങനെ അങ്ങ് പോകുന്നു. എല്ലാവരും മത്സരിക്കട്ടെ. എല്ലാവരും വരിക, വന്നു കഴിഞ്ഞാൽ ജയിക്കുന്നവര് നല്ല നിലയിൽ ഇവിടെ എന്താ പോകണമെന്ന് വെച്ചാൽ സംവിധാനം ചെയ്തു കൊടുക്കുക എല്ലാ ജനങ്ങൾക്കും. അതന്നെ ജനങ്ങൾ എന്നാ അത് പറയുന്നത്, അത് ജനങ്ങൾക്ക് ആയി കൊടുക്കുക. അതന്നെ നാട്ടില് നന്നായി വരണല്ലോ. വികസനം എന്നപ്പോ റോഡെല്ലാം കംപ്ലീറ്റ് പോക്കാണ്. അതെല്ലാം ഒന്ന് ശരിയായി തന്നാൽ തന്നെ വളരെ വികസനമായി. വരാൻ പോകുന്ന വരട്ടെ, എന്നിട്ട് പറയാ. റോഡ് തന്നെ എല്ലാവരുടെ പ്രശ്നം റോഡ് തന്നെ. കാരണം നിങ്ങൾ അങ്ങോട്ടൊന്നും ഒന്ന് പോയി നോക്കണം, ഒരു വണ്ടി എടുത്ത് പോകാൻ പറ്റാത്ത സ്ഥിതിയിലാണ്, അങ്ങനത്തെ ഇതിലാണ്. ഇവിടെ നല്ല വികസനം പരിപാടികളിലായിട്ട് നല്ല ഇതല്ലേ നാട്ടിലെ പഞ്ചായത്തിനെ പറ്റി നല്ല അഭിപ്രായം. അപ്പൊ ഇനി വരാൻ പോകുന്ന ആളുകളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ? നമുക്കിപ്പോ കാര്യമായിട്ട് നമുക്ക് റോഡും അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത്. നമ്മളിപ്പോ അസുഖം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാനോ വരാനോ റോഡ് സൗകര്യം നമുക്ക് വളരെ കുറവാണ്. എല്ലാം കുണ്ടും കുഴിയും അതും ഇതെല്ലാം ഉണ്ട്. വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അതെല്ലാം ശരിയാക്കണമെന്നുള്ള ഉണ്ട്. കാര്യമായിട്ടൊന്നുമില്ല, വികസനങ്ങളും ഉണ്ട്. പിന്നെ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, നമ്മൾ റോഡ് മോശമായ കുറച്ച് റോഡ് മോശമാകും, ഒരു രണ്ട് ഭാഗത്തുള്ള റോഡ് മോശം. അതേ ബാക്കിയുള്ള അതാന്ന് പറയുന്നത് ബാക്കിയുള്ള മൊത്തത്തിൽ റോഡിന്റെ കാര്യത്തിലൊരു ഇത് ചെയ്യണം ഇനി വരാൻ പോകുന്ന ആൾക്കാർ. നാട്ടിൻ പഞ്ചായത്തില് നല്ല നിലയിലുള്ള വികസനമാണ് ഇതുവരെ നടന്നു വന്നിട്ടുള്ളത്. ഇതിൽ മെച്ചപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ വരും ഭരണസമിതി നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരുന്ന ഭരണസമിതി നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇനിയും കാഴ്ചവെക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരാൻ പോകുന്നത് നമ്മളെ ഇടതുപക്ഷത്തിനല്ല വരുന്നത്. ഗംഭീര ഭരണമല്ലോ കാഴ്ചവെക്കുന്നത്. 2000 രൂപ പെൻഷനാക്കി. പഞ്ചായത്തിൽ കുഴപ്പമില്ലാതെ വരണമാണ്. കുഴപ്പമില്ല, പൊതുവെ നല്ല വികസനവും കാര്യങ്ങളുമില്ല. നല്ല പഞ്ചായത്തല്ലേ മാങ്ങാട്ടിടം പഞ്ചായത്ത്. വികസനം ഇത്രയും കാലമായിട്ട് വികസനം മുന്നോട്ട് നല്ലതായിട്ട് തന്നെ പോയിട്ടില്ല. വരുന്നയാളോട് എന്താ പറയാ, ഇപ്പൊ ഉള്ളതിനേക്കാളും ഇപ്പൊ നല്ലതായിട്ട് തന്നെ ഉള്ളത്. എന്നാലും അതിനേക്കാളും പറ്റുമെങ്കിൽ വരാൻ ആരും വരാനില്ല, ഇടതുവശം തന്നെ ഉണ്ടാവാം, വേറെ ഒന്നും ഉണ്ടാവില്ല. തദ്ദേശ സഞ്ചാരത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാവുന്നു. അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. ക്യാമറമാനായ ഷിദിൻ കതിരൂരിനും രാഹുൽ രാമകൃഷ്ണനുമൊപ്പം സൂര്യനാവള്ളൂർ.